മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയ നാരായണീയത്തിൽ 4-ാം ദശകം 10 ശ്ലോകം നമ്മൾ പറഞ്ഞു. 11-ാം ശ്ലോകത്തിൽ കൂടി എന്താണ് എഴുതിയിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾക്ക് വേണ്ടി എഴുതിയ ഈ നാരായണീയം കുറച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കി വരാം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി 11-ാം ശ്ലോകം. അഗ്നിവാസരവളക്ഷപക്ഷകൈർ ഉത്തരായണ ജുഷാച ദൈവതൈ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. വളരെ ഭംഗിയായിട്ടാണ് 11-ാം ശ്ലോകം. എന്താണ് 11-ാം ശ്ലോകത്തിൽ കൂടി കവി ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഭട്ടതിരിപ്പാട്, ഭഗവാനിൽ ഭക്തിയുള്ള യോഗികൾ അഗ്നിഹോത്രം മുതലായ ഹോമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയം, പകൽ സമയം, വെളുത്ത പക്ഷം, ഉത്തരായണം മുതലായ കാലങ്ങൾ എന്നീ സമയങ്ങളിൽ ജീവൻ പോകുന്നവർ ലിംഗദേഹത്തോടുകൂടി അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഉത്തരായണം എന്നിവയുടെ ദേവതകളാൽ നയിക്കപ്പെട്ട് സൂര്യലോകത്തെത്തി ആനന്ദം അടഞ്ഞ് പിന്നീട് ധ്രുവപദം വരെ അവരാൽ നയിക്കപ്പെടുന്നു. ഇത് പുനർജന്മമില്ലാത്ത മുക്തിപഥമാണ്. നല്ല മരണം നമ്മൾക്ക് ലഭിക്കുന്നതിന് പൊതുവെ പറയുന്നതാണ് വെളുത്ത പക്ഷത്തായാൽ വളരെ നന്നായിരിക്കും. പകൽ സമയം വളരെ വിശേഷമാണ്. ഉത്തരായണമാണ് മരണത്തിന്. ഉത്തരായണത്തിൽ മരണം അല്ലെ, ഭീഷ്മ പിതാമഹനൊക്കെ ഉത്തരായണം വരുന്നതിന് കാത്തു കിടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഉത്തരായണം വരുന്നതിന് വേണ്ടി നോക്കിയിരുന്നു ഭീഷ്മ പിതാമഹൻ. അതായത് ഉത്തരായണത്തിന് അത്ര പ്രാധാന്യമാണ്. ഉത്തരായണത്തിലാണ് മരണം ഉണ്ടാവേണ്ടത് എന്നാണ് പറയുക. അങ്ങനെ ഉള്ള യോഗികൾ ധ്രുവപദം എത്തിയാൽ പിന്നീട് നമുക്ക് പുനർജന്മമില്ല എന്ന് നമ്മളുടെ ഹിന്ദുമതം വിശ്വസിക്കുന്നു. അതാണ് 11-ാം ശ്ലോകത്തിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്നത്.